നമ്മുടെ നാട്ടിലെ നെൽകർഷകർ ചെറിയ പ്രതിസന്ധിയിലൂടെയൊന്നുമല്ല കടന്നു പോകുന്നത്. ഓരോ വർഷവും ഓരോ പ്രതിസന്ധികളാണ് അവർ നേരിടുന്നത്. മണ്ണിനോടും കാലാവസ്ഥയോടും മാത്രമല്ല അവർക്ക് പടപൊരുതേണ്ടി വരുന്നത്, നമ്മുടെ സംവിധാനങ്ങളോട് കൂടിയാണ്. പുല്ലഴി കോൾപ്പടവ് കർഷക സഹകരണ സംഘം 400ഓളം ഏക്കർ വരുന്ന സ്ഥലത്താണ് വിളവിറക്കിയിരുന്നത്. പക്ഷേ കർഷകർ ഇത്തവണയും ദുരിതത്തിലായിരുന്നു. നെല്ല് സംഭരിക്കാനെത്തുന്ന മില്ലുകളുടെ കടുംപിടുത്തമാണ് കർഷകരെ സമ്മർദ്ദത്തിലാക്കിയത്. ആദ്യമൊക്കെ നെല്ല് കൊയ്തതിന് ശേഷം നേരെ ചാക്കിലാക്കി മില്ലുകൾക്ക് നൽകുകയാണ് പതിവായിരുന്നത്. അതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പല മില്ലുകളും വളരെ വലിയ കടുംപിടുത്തമാണ് പിടിക്കുന്നത്. ഇത് 20 ദിവസം കൊണ്ട് കൊയ്ത്ത് നടക്കേണ്ടത് 1.5 മാസത്തിനു വരെ ഞങ്ങൾക്ക് നീണ്ടി പോകേണ്ടി വന്നു. അവരുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവസാനം അവർ പകുതിയായപ്പോൾ അത് അവിടെ നിർത്തിവെച്ചു. അവർ ഭീമമായ കിഴിവ് ചോദിച്ചു ഞങ്ങളോട്. അത് കർഷകരെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട, അല്ലെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലായി. ചാക്ക് വാങ്ങാൻ ചിലവായ പണം പോലും കർഷകന് ലഭിക്കില്ല എന്ന് ചുരുക്കം. ഒരു ദിവസം 10-25,000 രൂപയോളം ചിലവ് വന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ നെല്ല് വൃത്തിയാക്കിയത്. കർഷകൻ്റെ കണ്ണീര് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ ഭരണസമിതി ഞങ്ങളുടെ സംഘം ഒറ്റക്കെട്ടായി, കർഷകരും കൂടി ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ സാധനം പതിരി കളഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും കമ്പനിക്കാർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഇതായി. കഴിഞ്ഞ വർഷം കാലാവസ്ഥ ചതിച്ചു. അന്നത്തെ വിള ഇൻഷുറൻസോ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമോ ഒന്നും ഇതുവരേക്കും കർഷകന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ കൃഷിനാശം സംഭവിച്ച നമ്മുടെ പടവിൽ ഇതേവരെ കൃഷിക്കാർക്ക് കാശ് 6,400 രൂപ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാശ് എയിംസ് പദ്ധതിയിലെ കാശ് ഇതേവരെ കൃഷിക്കാർക്ക് കിട്ടിയിട്ടില്ല. കൃഷിക്കാർക്ക് ചെലവ് ചെയ്യണതിൻ്റെ അനുസരിച്ച് ശതമാനം പോലും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ കൃഷിക്കാരൻ എന്ത് ചെയ്യും? ആരോട് പറയും? അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഈ അധ്വാനം മുഴുവൻ മില്ലുടമകൾക്ക് നൽകേണ്ട സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതിനെന്ന് പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. എം എസ് ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.